ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഈടെ ഒരു റൂമുണ്ട്. ഇതൊരു സിംഗിൾ ചെറിയ റൂം, AC അടക്കമുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ ഒരു ജീവിതമാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് നോക്കാം എന്തെല്ലാമെന്ന്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടാണ്. നേരെ പോവുകയെന്ന് സനയ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളൊരു വീഡിയോയിലും കാണുന്ന ഒരു കസ്റ്റമർ ഒരു ഇക്കാൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ തന്നിന്. കുറച്ച് അവർക്ക് ബോണറ്റ് അവിടെ ഒരു പെയിൻറ്റ് ഫെയിൽഡായിട്ടുണ്ട്. അതൊന്ന് പെയിൻറ്റിലടിച്ച് ഓർക്ക് കൊണ്ടു കൊടുക്കണം. നമ്മളൊരു വിശ്വാസത്തിൽ തരുന്നതാണ്. നല്ല മൊഞ്ചായിട്ട് ഓർക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് ഫസ്റ്റത്തെ പണി. നേരെ ഗാരേജിലേക്ക് പോയെന്ന്. സമയമില്ല, രാവിലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 7 മണിയായി, എന്നാലും ലേറ്റായി. അപ്പോൾ നമ്മൾ കാർ കെയർ ഗാരേജിലെത്തി. अस्सलाम वालेकुम उस्ताद ഇവിടെ സമൂസ കഴിച്ചു കൊടുക്കുന്നു. क्या है सर? समोसा ये बांग्लादेश समोसा है. बंगाली समोसा. काम करो. हाँ, आपको समोसा नहीं मिला? समोसा खलास. खलास हो गया. एक क्या हो गया? मॉन्टिंग लगाया? നമ്മളെ വണ്ടിയുടെ പണി लगा दिया. हाँ आज में करत नंबर क्रॉस वो क्या है उसका सैम्पल है. ഇത് മൗണ്ടിങ് എഞ്ചിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എഞ്ചിൻ്റെ ഈ ഇത് പൊട്ടിയതായിരുന്നു. അതെല്ലാം നല്ല വാങ്ങിച്ചു കൊണ്ടിട്ട് സ്ക്രാപ്പിന്ന്. പിന്നെ ഇനി നമ്മൾ വേറെ എന്തോ പറഞ്ഞിന് മൗണ്ടിങ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് ആയിട്ട് അതിന് ശേഷമാണ് ബോഡി പണി. ഷാനാസ്ക്ക് ഇവിടെ ഒരു വണ്ടി നമ്മളെ എൻജിൻ ഗിയർ കംപ്ലൈൻ്റ് ആണ്. ഗിയർ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഗിയർ വേറൊരു ഗിയർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നല്ല ഗിയർ. ആ ഗിയർ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇതായി. ചില വണ്ടികൾ ഇങ്ങനെ ഇറക്കണം കേട്ടോ, ഫുള്ള് മൊത്തമായി ഇറക്കണം. നോക്കിയാൽ വണ്ടീൻ്റെ ഒരു സാധനമില്ല, കാലിയായി. അതാണ് ചില വണ്ടികൾക്ക് അങ്ങനെയുണ്ട്. ബോണറ്റ് नीचे वाला वो ब्लैक पेन मार रहेगा. बम्पर नहीं बोला, बम्पर इधर तोड़ा है ना, थोड़ा टच करो बस. हाँ, ब्रश से थोड़ा टच करो बस. बाद में फुल बॉडी एक बार पॉलिश करेगा. ओके. ये टूट हो गया ना थोड़ा. हाँ, इधर थोड़ा फाइड है. हाँ, अभी इसका जो ऊपर में जो क्लियर आता है ना, क्लियर वो चला गया. और इसका आएगा तो शाइनिंग आएगा तो आएगा, नहीं तो ऐसे रहेगा. हाँ, ऐसा मुश्किल नहीं है थोड़ा. और नहीं बोला फुल पेन नहीं है, वो ऊपर वाला नीचे वाला. ओ ये भी थोड़ा पॉलिश करो. हेडलाइट भी कलर ओके. हाँ, कस्टमर ऐसा बोला ऐसा करने का. ഒരു ലാൻസർ ഫുൾ പെയിൻ്റ് ആണ് കേട്ടോ. എന്താ വെറുക്കല്ലേ, നല്ല വൃത്തിയുണ്ട് കേട്ടോ. സലാം വലൈക്കും. ഷാനാസ് വരുന്നത് നമ്മള് നിങ്ങൾ ഉണ്ടാക്കുന്ന മാതിരി നമ്മളും എന്തൊക്കെ ഉണ്ടാക്കണ്ട. ഇത് നമ്മളെ കസ്റ്റമർ വണ്ടിയാണ്. അന്നേരം ഇത് ഒരു ഫ്രണ്ടിലൊരു ബമ്പർ, ഇത് ബോണറ്റ് പെയിൻറ്റിങ്ങും പിന്നെ ബമ്പറിൻ്റെ താഴെയുള്ള അത് പെയിൻറ്റും. ഈ ബോണറ്റും ഈ ബമ്പറിൻ്റെ താഴെയുള്ള ബ്ലാക്കില്ല അതൊന്ന് പെയിൻറ്റ്. അത് വേണ്ടെന്നാ പറഞ്ഞത് കസ്റ്റമർ. പൊട്ടീന് ഓരോടൊന്ന് ചോദിച്ചോക്കാം. നടുക്ക് മാത്രം ഇതാവല്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വൃത്തിയിൽ ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിൽ അത് നോക്കി ഇത് മാത്രം ഇതായി നിൽക്കുന്നത് പൊട്ടും ചെയ്യും. അപ്പോൾ ഞാൻ ഷാനവാസ്ക്കും കൂടി ഷാനവാസ്ക്ക് പേപ്പർ എടുക്കാൻ പോകുന്ന വണ്ടീൻ്റെ. ഇന്നത്ര വണ്ടിയുണ്ട് പേപ്പർ എടുക്കാൻ? 3 വണ്ടീൻ്റെ പേപ്പർ ഉണ്ട്. അന്നേരം പോകുന്ന വഴിക്ക് എൻ്റെ വണ്ടി ഒരു സ്ഥലത്ത് അവിടെ വെച്ചിട്ടുള്ളത്. സീജയിൽ ഇവിടെ ഫുഡും കഴിച്ചിട്ട് അങ്ങ് പോവാം. ദോശ ഇരുന്ന് കഴിക്കല്ലേ ഇടമൊക്കെ. അപ്പോൾ അയിങ്കാലത്തിലുള്ളത് അയിങ്കാലത്തിലുള്ള
ദോശ സ്ട്രീറ്റിൽ നിന്ന് ഒരു ദോശയും കഴിച്ച് അങ്ങ് പോകാം. എന്നാണ്ട് അണക്കോ തന്നെ മതി. വേറെ മാറ്റി വാങ്ങിച്ചിട്ട് രണ്ടാളും റെഡിയാക്കണ്ടല്ലോ. ഒരു വട മതി, ഒരു വട. ഇല്ലില്ല, കുഴപ്പമില്ല. ഇത് കണ്ടോട്ടാ നിങ്ങൾ ഗീ റോസ്റ്റ് പറഞ്ഞിന്. ഇക്കാൻ്റെ വീഡിയോ എല്ലാം കാണുന്നല്ലേ? എവിടെയാ നാട്ടില്? ആലപ്പുഴ അല്ലേ? എന്താ പേര്? ജോർജ്. എന്തല്ല ഉഷാറല്ലേ? നിങ്ങൾ പാർസൽ വാങ്ങിച്ചിട്ട് വന്നു, വീട്ടിൽ കഴിക്കുന്നില്ല അതല്ലേ? കൊടുത്തില്ല എല്ലാവരും. നമുക്ക് പിന്നെ എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് നമ്മളെടുത്ത് കഴിച്ചിട്ട് വന്നു. ഓക്കെ ശരി, തീർച്ചയായിട്ടും കാണാം ഉണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ ദോശ വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നാ വട. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേഗം പോകണം, പരിപാടികളുണ്ട്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് അസീസയിലെത്തി. എൻ്റെ വണ്ടി ഇടിയടി വെച്ചിട്ടുണ്ട്. ചെങ്ങായിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിന്. ചെങ്ങായിൻ്റെ റൂം ഇതിൻ്റെ ഉള്ളിലാണ്. ചാവി ആടെയുടെ വെച്ചെന്ന് പറഞ്ഞു. അല്ലോ ഇവിടെയാണ് റൂം. ചാവി ഈ വിൻഡോ മല്ലനെ നീക്കിയാൽ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ കിട്ടി. ചാവി ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോവാം. ഇനി വണ്ടിയുടെ വെച്ചിന് തപ്പണം. ഈ ഏരിയയിൽ ഉണ്ട്. അയ്യോ, വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇനി വണ്ടി എടുത്ത് നേരെ വണ്ടി കയറിയിട്ട് നോക്കണം എന്താ പ്ലാന്. അപ്പോൾ അസീസിൽ നിന്ന് വണ്ടി എടുത്ത് നല്ല ചൂടാന്ന് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഹ്യൂമിഡിറ്റി തുടങ്ങി. അന്നേരം അസീസിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ദോഹയിൽ. എന്നോട് മിഞ്ഞാന്ന് ഒരാൾ എൻ്റെ അടുത്ത് വണ്ടി സെയിൽ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. വണ്ടി ഓൾറെഡി കസ്റ്റമർ ഡീലിംഗ് ആയിട്ടാണ് കേട്ടോ. ഓരോ വണ്ടി സെയിൽ ചെയ്യുന്നുണ്ടേനു. എൻ്റെ കൈമ തന്ന് വേറൊരാൾക്ക് സെയിൽ ചെയ്ത് അന്നേരം അവരെ ക്യാഷ് അവരെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോകണം. അതാണ് ഇന്നലെയാണ് വണ്ടി സെയിലായത്. ഇന്ന് വേഗം ആ പൈസ കൊണ്ടു കൊടുക്കാം. പൈസ എന്നധികം കൂടുതൽ പൈസ അത് കയ്യിൽ വെച്ച് വെക്കുന്നത് ശരിയല്ല. അന്നേരം ആ പൈസ ഓരോടത്ത് കൊണ്ടുപോയിട്ട് ഓരോ ഹിസാബ് അവിടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞ് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പണികൾ കുറേ ഉണ്ട് പെൻഡിങ്ങിൽ. 1-2 കസ്റ്റമർ സാധനങ്ങൾ എടുത്തെടുക്കാനുണ്ട്. അന്നേരം നോക്കാം. അപ്പോൾ നമ്മളെ കസ്റ്റമറെ വണ്ടീൻ്റെ പൈസ എല്ലാം അവിടെ കൊണ്ടുകൊടുത്തു. ഓക്കെ, അവർക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. പിന്നെ ഇനിയിപ്പോൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറം ഒരു നമ്മൾ ഇക്കാൻ്റെ തന്നെ സ്വന്തം ഒരാളെ ഒരു വില്ലുണ്ട് കാലിയായിട്ട് കിടക്കുന്നത്. ആ വില്ല ഒന്ന് പോയിട്ട് എനിക്ക് ടിക്ടോക്കിലിടാൻ ഒരു വീഡിയോ എടുക്കണം. അന്നേരം അതിൻ്റെ ഒപ്പരം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അന്നേരം നല്ലൊരു ഫ്ലാറ്റാണ് കേട്ടോ. ആ ഫ്ലാറ്റ് ഇങ്ങനെ ഈ ഭാഗത്തുള്ളവർക്ക് ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ ഉപകാരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ഇതൊരു 4 നില വില്ലയാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ടിൽ ഒന്നുണ്ട്. ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് നമ്മളെ മുകളിന മെട്രോ സ്റ്റേഷൻ ഈടിയാണ് കേട്ടോ. ഈട് നടന്നു കഴിഞ്ഞാൽ 1 കിലോമീറ്ററേ ഉള്ളൂ. വണ്ടിക്ക് ഇങ്ങനെ ചുറ്റിപ്പോവാണെങ്കിൽ 1.5 കിലോമീറ്റർ അങ്ങനെ കാണിക്കുന്നത്. അതാണ് ഓൾഡ് എയർപോർട്ടിൻ്റെ പാർക്ക് ആടെയാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടിപ്പുറമാണ് ലുലു വരുന്നത് ഈ സൈഡിൽ. അന്നേരം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ റൂമുകളൊന്ന് കാണിച്ചു തരാം. VIP ബാച്ചിലേഴ്സ് അങ്ങനെ നല്ല ഫാമിലികളെല്ലാം ഉണ്ടെങ്കിലല്ലേ, വലിയ ഫാമിലിക്കെല്ലാം ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം ബാച്ചിലേഴ്സാണ് താമസിക്കുന്നത്. അത് വേറെ തന്നെ കഷ്ണമാണ്. ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു ഇതുണ്ട്. മുകളിലൊരു ഫ്ലാറ്റ്, അതിൻ്റെ മുകളിലൊരു ഫ്ലാറ്റ്. ഒരു ഫ്ലാറ്റ് കാണിച്ചു തരാം. ഈ ഒരു ഫ്ലാറ്റ് പോലെ തന്നെയാണ് എല്ലാം ഇത് 4 നിലയിലും. കയറി വന്നപാട് ഇവിടെ ഒരു ഹാളുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ ഒരു റൂമുണ്ട്. ഇതൊരു സിംഗിൾ ചെറിയ റൂം, AC അടക്കമുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ബാത്റൂം. ഓക്കെ, ബാത്റൂമും എല്ലാ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ
ഒരു റൂമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമും അറ്റാച്ച്ഡ് ബാത്റൂം. ഓക്കെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു കിച്ചനാണ് കേട്ടോ, വലിയൊരു കിച്ചൺ. അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റിലും ലെഫ്റ്റിലും ഒരേ സൈസിലുള്ള 2 റൂമും ഇവിടെ ഒരു ബാത്റൂമും. ഇങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത് ഒരു ഫ്ലാറ്റിൻ്റെ. ഈ ഒരു ഫ്ലാറ്റ് പോലെയല്ലാണ് 4 നിലയുള്ളത്. അന്നേരം അങ്ങനെയാണ് സംഭവം. ഞാൻ എന്തായാലും എൻ്റെ നമ്പർ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓറുമായിട്ട് ഞാൻ മുട്ടിച്ചു തരാം. ഓക്കെ, പ്രൈസും കാര്യങ്ങളെല്ലാം സംസാരിക്കാം. പിന്നെ 4 നില എടുക്കുന്നുണ്ടെങ്കിൽ 4 നില എടുക്കുന്നവർക്ക് 4 നില എടുക്കാം. ഞാൻ പിന്നെ മുകളിൽ പോയി കാണിച്ചേണ്ട ആവശ്യമില്ല. സെയിം അതും സെയിം തന്നെ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിവിടെ ഒരു ഡോറ് സെയിം കണ്ടാ, ഒരേ പോലത്തെ നല്ല നീറ്റും വൃത്തിയെല്ലാം ഉണ്ട് കേട്ടോ. അന്നേരം ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് പുറത്തിറങ്ങി ഇതാണ്ട ഇതിൻ്റെ ബേക്കിലാണ് ഞാൻ വീഡിയോ എടുത്തത്. അതിൻ്റെ തൊട്ടിപ്പുറം ഓൾഡ് എയർപോർട്ട് ഇതാ ഈ പാർക്കെല്ലാം കേട്ടോ. ഓൾഡ് എയർപോർട്ടിൻ്റെ ഈ പാർക്കുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ മെട്രോ ഉണ്ട്. അതിൻ്റെ തൊട്ടങ്ങോട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മളെ ഇത് വരുന്നത്, ലുലു വരുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചവരെയുള്ള യുദ്ധം കഴിഞ്ഞ് സമയം 12:30, ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മളെ റൂമിലേക്ക് എത്തുന്നു. റൂമിൽ കുറേ പരിപാടികളെല്ലാം ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാ AC കൊണ്ട് വെച്ചിട്ട് ഡ്രൈവർക്ക് AC ഫിറ്റായി കൊടുക്കണം, ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം, എന്തെല്ലോ പരിപാടിയുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം വീണ്ടും 4 മണിയായി. വീണ്ടും 4 മണി, എല്ലാ ദിവസവും 4 മണിയാണല്ലേ. അപ്പോൾ തസ്ലീം കൂടി ഉണ്ട് ഒപ്പരം. അങ്ങനെ നമ്മൾ തൊട്ടിപ്പുറമുള്ള ടീ ടൈമിന് ചായയും കുടിച്ച് തസ്ലീനെ ഞാൻ എവിടെയെങ്കിലും തട്ടു പാർക്കിൽ. എവിടെയാണ് ഇന്നടിയാന്ന് പറയും. ഇവിടെ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരിഫോറിലും അവിടെ ഇവിടെയെല്ലാം പോയിട്ട് ഡ്രസ്സിന്റെ കടയിൽ, മറ്റേ ലിപ്സ്റ്റിക്കിന്റെ കടയിൽ എല്ലായിടത്തും കയറിയിട്ട് ലിപ്സ്റ്റിക് ഇടൂ, ഡ്രസ്സ് ഇടൂ, എല്ലാം സാമ്പിള് ഇതാക്കുന്നതാണ്. ഇവിടെ ആരെങ്കിലും കാരിഫോറിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ, ഷോപ്പുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കി വെച്ചോ. പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനയില് ഇങ്ങനെ തേരാപ്പാര സ്ക്രാപ്പിലും ആടെ ഇടിയും കറങ്ങാൻ പോകുന്നത്. അന്നേരം ആടെ തസ്ലി ശരിയാവില്ല. ഇപ്പം തന്നെ സനയില് എനിക്ക് ഒരു വണ്ടിയിൽ ഇതുണ്ട്, എന്തെങ്കിലും പരിപാടി ഉണ്ട്. അന്നേരം വൈകുന്നേരം ആവും. പിന്നെ ഇവിടെ പുറം പോകാനും സമയം കിട്ടലില്ല. അന്നേരം പിന്നെ തസ്ലീനെ എവിടെയെങ്കിലും ഇറക്കും, ഓള് കറങ്ങും. അന്നേരം ഇതേപോലെ ഒറ്റക്കുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തസ്ലീനെ കോണ്ടാക്ട് ചെയ്യാ. കറങ്ങാൻ ഇഷ്ടപ്പെടുന്ന അതെയാ. അന്നേരം നമ്മള് നേരെ പോന്ന് ഇപ്പൊ വീട്ടിലേക്ക് വിടണ്ടേ. അയിങ്കാലത്ത് ഓക്കെ, അയിങ്കാലത്ത്. അപ്പോൾ തസ്ലി AC പാർക്കിലാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അയിങ്കാലത്തിലെ AC പാർക്ക്. കോള് വരുന്നുണ്ട്. എന്നാൽ ശരി, ഓക്കെ. അപ്പോൾ ഞാൻ സ്ട്രീറ്റ് നമ്പർ 15 യൂണിപ്പാർട്ട് ബോഡി പാർട്സിൻ്റെ സ്ഥലത്തെത്തി. ആ മൂലക്കുള്ളതാണ് ഫുൾ ബോഡി പാർട്സ്. ആടുന്നൊരു നമ്മളെ ഇതിൻ്റെ ഗ്രില്ല് വാങ്ങിക്കണം. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ ഗ്രില്ല് വാങ്ങിക്കട്ടെ. അപ്പോൾ നമ്മളെ ഗ്രില്ല് കിട്ടി. ഗ്രില്ല് ഞാൻ കാണിച്ചു തരാം. ഗ്രില്ല് കിട്ടി. അപ്പോൾ രാത്രിയായി. ഞാൻ സമയത്ത് സമയം 8:15. അങ്ങനെ വീണ്ടും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. തസ്ലീനെ കൂട്ടി പാർക്കുന്ന്. എത്ര മണിക്ക് ഇറക്കിയതാണ്? 4 മണിക്കാ? 3 മണിക്കാ? 3 മണിക്ക് പാർക്കിൽ ഇറക്കിയതാണ്. ഇപ്പോൾ തസ്ലീനും കൂട്ടി ഇവിടെ ഒരു 2 ലൈറ്റ് ഫിറ്റാക്കാൻ വന്നതാണ്. ഇത് ഞാൻ നമ്മളെ ഒരാൾക്ക് എടുത്തെടുത്ത വണ്ടിയാണ്. അന്നേരം അവരെ ഫ്രണ്ടിൽ ലൈറ്റിൻ്റെ പവർ കുറവ്, 2 ലൈറ്റും ഇങ്ങനെ ഫിറ്റാക്കുന്നുണ്ട് അവർ. അയിങ്കാലൊരു ഷോപ്പിൽ നിന്ന് അത് ഫിറ്റാക്കിയിട്ട് നേരെ റൂമിലേക്ക് പോകണം. അല്ലോ, ഞാൻ പിന്നെ അവരവിടെ പണിയെടുക്കുന്നതുകൊണ്ട് ചൂട് കൊള്ളുന്നതുകൊണ്ട് AC കാര്യങ്ങളും വണ്ടി ഓഫാക്കി വെച്ചിട്ടുള്ളത്. ഫുഡ് കഴിക്കണ്ടേ നമുക്ക്? ജ്യൂസ് കുടിക്കാൻ തോന്നല്ലേ? എന്തെങ്കിലും ചെയ്യാം, നമ്മുടെ പണി കഴിഞ്ഞില്ല. ഓക്കെ, കാണാം. ഓക്കെ, നോ പ്രോബ്ലം. പോട്ടെ ബാക്ക്. അപ്പോൾ നമ്മളെ ലൈറ്റിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ പവർ കൂട്ടി. ഇത് പവർ കൂട്ടാൻ പറ്റും, കുറച്ച് പണിയുണ്ട്. അന്നേരം ഫോഗ് ലാമ്പിന് പവർ കൂട്ടി. അന്നേരം ഓക്കെ, ഇത് ബിസിയാതാ. അപ്പോൾ ഫൈനലി റൂമിലെത്തി. സമയം 10:30 കഴിഞ്ഞ് റൂമിലെത്തി കേട്ടാ. അന്നേരം ഇന്നത്തെ ഫുഡ്
ഇന്നത്തെ ഫുഡ് പാർസൽ വാങ്ങിക്കിയതിന് നമ്മൾ രണ്ടാളും പുറത്തായത് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ദോശയെല്ലാം ഉണ്ടാക്കും. ഞാൻ നെയ്ച്ചോറ് ഇതും വാങ്ങിച്ച് തസ്ലി എന്നാണ് മീൻ എന്തോ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചേരി ഇനി മൊത്തം കഴിക്കുവാന്നൊന്നും അറിയില്ല. ഞാൻ ബീഫ് തസ്ലി കൂട്ടലില്ല. അന്നേരം ഇതാണ് ഇന്നത്തെ രാത്രിയത്തെ ഫുഡും കാര്യങ്ങളെല്ലാം. അപ്പോൾ നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.